ഇപ്പോൾ മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഇതിപ്പോൾ ഗവർണർ പൊതുനിരത്തിൽ ഇറങ്ങിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ ഇറങ്ങിയിരുന്ന് തനിക്ക് നേരെ ഇത്തരത്തിൽ വിവേചനപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നു, തനിക്ക് വേണ്ടത്ര സംരക്ഷണം ഒരുക്കുന്നില്ല സംസ്ഥാനത്തെ പോലീസ് എന്നൊക്കെയുള്ള പരാതി പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് നടുറോഡിൽ ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത് ഈ സംഭവത്തെ? ഗവർണർ ഭരണഘടനയുടെ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഗവർണർ എന്ന് പറയുമ്പോൾ. അത് ഗവർണർ മാത്രമല്ല, ഇന്ത്യയുടെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എടുത്താലും രാഷ്ട്രപതിയെ എടുത്താലും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ അവരെല്ലാം ഭരണഘടനാ പദവി വഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു പ്രതിഷേധം, അത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. അതൊക്കെ ഔചിത്യ ബോധത്തോടു കൂടിയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തടയുന്നില്ലയോ? പലപ്പോഴും കരിങ്കൊടി കാണിക്കുന്നില്ലയോ? മുഖ്യമന്ത്രി പുറത്തിറങ്ങി ഇതുപോലെ പ്രതിഷേധിക്കുകയാണോ ചെയ്യുന്നത്? അത് ജനാധിപത്യപരമായി അപ്പോഴെപ്പോഴുണ്ടാകുന്ന സംഭവവികാസങ്ങളില് അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ പരമാവധി ഉണ്ട്. അത് കേരളമല്ല, ഇന്ത്യ ഒട്ടാകെ അതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഗവർണർ നിരന്തരം ഇങ്ങനെ സമരം നടത്തുന്ന ആൾക്കാർക്ക് എതിരെ, അതല്ലെങ്കിൽ അവിടെ റോഡിൽ ഇറങ്ങിയിരിക്കുക, വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവരെ ധിക്കാരപരമായി അവരോട് പെരുമാറുക, ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാവുന്ന ഒന്നല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ പ്രതിഷേധം ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണ്. അതിനെ ഔചിത്യ ബോധത്തോടു കൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടുന്നത്. അതല്ല നമ്മുടെ കേരളത്തിലെ ഗവർണർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ സൂചിപ്പിച്ചു, ഈ മുഖ്യമന്ത്രിക്ക് നേരെയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാറുണ്ട്, കരിങ്കൊടി പ്രതിഷേധം ഉയരാറുണ്ട്. പക്ഷെ അപ്പോഴത്തുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയല്ല എന്നുള്ളത്. ഈ ഗവർണർ സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഈ പ്രതിഷേധം ഉണ്ടായത് എങ്കിൽ ഈ പോലീസിന്റെ അടക്കം സമീപനം ഇങ്ങനെ ആയിരിക്കില്ല, അവർ സ്വീകരിക്കുന്ന നടപടി ഇങ്ങനെ ആയിരിക്കില്ല. പോലീസ് ഇത്തരത്തിൽ ഗവർണർ സഞ്ചരിക്കുന്ന റൂട്ട് മാപ്പ് അടക്കം SFI പ്രവർത്തകർക്ക് ചോർത്തി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പോകുന്ന വഴിയിലെല്ലാം ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് അവർക്ക് എത്താൻ കഴിയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഹലോ മിനിസ്റ്റർ, കേൾക്കുന്നുണ്ടോ? അല്ല, ഈ നവകേരള സദസ്സ് കേരളത്തിലെ 140ഓളം നിയോജക മണ്ഡലങ്ങളിൽ പോയതാണ്. നമ്മൾ കണ്ടതല്ലയോ? എത്ര പ്രതിഷേധമാണ് ജനങ്ങൾ, കോൺഗ്രസ്, BJP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ഇതിനെ സമരത്തെ എതിർത്തില്ലയോ? പക്ഷെ അവിടെ ഒന്നും ആരും ഇറങ്ങി നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയില്ലല്ലോ. ഗവർണറോടൊപ്പം പോലീസുണ്ട്, ഗവർണർക്കും വേണ്ടുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് കോഴിക്കോട് മിഠായി തെരുവിലൂടെയൊക്കെ ഗവർണർ നടന്നത് നാം കണ്ടതല്ലേ? എന്ത് സുരക്ഷിതത്തോടു കൂടി ഗവർണർ ആ മിഠായി തെരുവിലൂടെ നടന്നുപോയി. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ. അതാണ് നമ്മുടെ ഈ കേരളം. പക്ഷേ ഇത് നമുക്കറിയാം, ഒരു പ്രശ്നത്തിന്റെ പേരില് ഈ കേരളത്തിലെ കുട്ടികൾ പ്രതിഷേധിക്കുമ്പോ ആ പ്രതിഷേധത്തിന് ഇങ്ങനെയാണോ തിരിച്ചടി കൊടുക്കുന്നത്? അത് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് പ്രതിഷേധം ജനാധിപത്യപരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഔചിത്യപരമായിട്ട് ഇത് കൈകാര്യം ചെയ്യേണ്ടുന്ന ഗവർണർ തൽക്കാലം അവിടെ ഇറങ്ങി, വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. എനിക്ക് അത്രയും പറയാനുള്ളൂ. ഓക്കെ, ശരി, വളരെ നന്ദി ശ്രീമതി ചിഞ്ചുറാണി, ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും.